മലപ്പുറത്ത് വി.ഡി. സതീശന് വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് മുദ്രാവാക്യം വിളിച്ച് തെരുവിലെത്തിയത്. നമുക്ക് നേരിട്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ഇന്ന് തെരുവിലിറങ്ങാൻ കാരണം? വി.ഡി. സതീശനാണ്, അദ്ദേഹമാണ് ഈ 10 കൊല്ലമായിട്ട് അധ്വാനിക്കുന്നതും അണികളെ ഉണ്ടാക്കിയതും ഈ ഭരണപക്ഷത്തിന്റെ അഴിമതികളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്ന വി.ഡി. സതീശനാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയായി വരേണ്ടതുള്ളത്. അപ്പം അദ്ദേഹമല്ലാതെ വേറെ മറ്റാരും അധ്വാനിച്ചിട്ടില്ല. അതിന് കഴിവുള്ള ആളും വി.ഡി. സതീശനാണ്. 100+ ഈ 100+ വി.ഡി. സതീശനാണ് ഇത് അധികാരം. നമ്മളിപ്പോൾ ജോലി ചെയ്താൽ ശമ്പളമായിരിക്കാം കൊടുക്കുക. ജോലി ചെയ്തവനാണ് ശമ്പളം കൊടുക്കേണ്ടത് അല്ലേ? ഇത് അതിന് കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് ACC കെട്ടിറക്കിയ ആളല്ല കൊടുക്കേണ്ടത്. ഒന്നും തീരുമാനമായിട്ടില്ല. ACCന്റെ തീരുമാനം തന്നെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. ആൾ മുഖ്യമന്ത്രി ആക്കണം. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് തന്നെ പോകാൻ പാടില്ല. വി.ഡി. സതീശനെ ഏകകണ്ഠമായി തീരുമാനിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് വളരെ മോശമായി പോയി. ഇങ്ങനെ തർക്കം വന്നത് വളരെ മോശമായി. ജനങ്ങൾ അണികളെയല്ല നാട്ടുകാരെ ഒക്കെ തന്നെ സങ്കടത്തിലാക്കുന്നതാണ് ഈ ഒരു തീരുമാനം. വി.ഡി. സതീശന് അനുകൂലമായ ഒരു തീരുമാനം വരുമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാ നേതാക്കന്മാരും ഒരുപോലെയാണ്. വീഡിയോ നമ്മൾ നയിച്ചത് ആ വീടിന്റെ വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയല്ലേ. അതിന്റെ ശക്തമായി ഞങ്ങൾ പോരാടും. അത് വീടില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. അണികൾ മൊത്തം സാധാരണ അണികൾ തർക്കിക്കാനല്ല അത് പറയുള്ളത്. 102 സീറ്റ് കിട്ടി തർക്കിക്കാനല്ല. നിലപാടിന്റെ രാജകുമാരൻ വി.ഡി. സതീശന് ആ സ്ഥാനം ഏൽപ്പിച്ച് കൊടുക്കുന്നവരെ, അല്ലെങ്കിൽ ഇന്ദിരാഭവനിൽ തുടങ്ങും ഈ പ്രക്ഷോഭം. ഇന്ദിരാഭവനിൽ ഈ പ്രക്ഷോഭം തുടങ്ങും. അല്ലെങ്കിൽ അവിടെ ചെറിയ തുടക്കം വി.ഡി. സതീശൻ വരുന്നവരെ ഇത് തുടരും. യുവാക്കളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ തെരുവിലുണ്ടാവും. ഇത് നയിച്ചവർ ഭരിക്കട്ടെ. കെ.സി. വേണുഗോപാൽ നേതാവ് തന്നെയാണ്, ദേശീയ തലത്തിൽ വലിയ നേതാവാണ്. അയാൾ ഇതിന് വേണ്ട. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും വി.ഡി. സതീശനാണ്. എല്ലാ ഇത് കരുതലുകളും അദ്ദേഹം നേടിയത് 100+ എന്ന് പറഞ്ഞു. 100+. 11 ഒരു ഡസൻ മന്ത്രിമാർ പോകുന്ന പറഞ്ഞ് 13 ആൾക്കാർ പോയി. എല്ലാം കരകരറ്റ്. അതാണ് വി.ഡിയെ കൊണ്ടാണ് ചെറുപ്പക്കാരും ഇതൊക്കെ നല്ല വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരും യുവജനങ്ങളും പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങും. വി.ഡി. CM ആകണം, മുഖ്യമന്ത്രിയായി വരണം. അത് വി.ഡി. CM ആവണം. വേറൊരു മാറ്റം വേറൊരു ഇതില്ലല്ലേ? ഒരു ഓപ്ഷനില്ല. പല സമവായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ പകുതി 2.5 വർഷം രമേശ് ചെന്നിത്തല, 2 വർഷം വി.ഡി. എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉപാധികൾ അംഗീകരിക്കില്ല. വി.ഡി. സതീശനാണ് ഈ 0-ൽ നിന്നും ഈ ലെവലിലേക്ക് എത്തിച്ചത്. 10 വർഷം 5 വർഷം രമേശ് ചെന്നിത്തല നയിച്ചല്ലോ. ഒരു പുരോഗമനം ഉണ്ടായില്ലോ. പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ. വി.ഡി. സതീശൻ വന്നതിന് ശേഷമല്ല മാറ്റങ്ങൾ ഉണ്ടായത്. അദ്ദേഹമാണ് ഇന്ന് ഈ കേരളത്തെ നയിക്കാൻ എല്ലാം കൊണ്ട് യോഗ്യൻ. വേറെ ഒരു നേതാവ് ഇന്ന് കേരളത്തിലില്ല. അതിന് കേന്ദ്രത്തിൽ നിന്ന് ആരിറക്കിയാലും രാഹുൽ ഗാന്ധിനെ ഇറക്കിയാലും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സമ്മതിക്കില്ല. അതാണ് നിലപാട്. മതേതരത്വ രാജാവ് എന്ന് പറയാം. എന്നെ സംബന്ധിച്ചാൽ 25 വർഷമായിട്ട് ഒരു വാർഡിലെ പ്രസിഡന്റാണ് ഞാൻ. എനിക്ക് എല്ലാ കഥകളും അറിയാം. ഇതിൽ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. അതിന് അർഹതപ്പെട്ട ആള് വി.ഡി. സതീശനാണ്. കഴിഞ്ഞ 5 വർഷം ചിട്ടയായ പ്രവർത്തനം നടത്തിയതിലൂടെ വി.ഡി. സതീശൻ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ കനത്ത വിജയം UDF നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പട നയിച്ചവൻ തന്നെയാണ് നായകനാവേണ്ടതും നാളെ മുഖ്യമന്ത്രിയാവേണ്ടതും. അതുകൊണ്ട് മാത്രമേ കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിനും പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വ്യക്തമായ വിശ്വാസമാണ് ഞങ്ങൾ. MLA-മാര് പലരും അദ്ദേഹത്തെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുത്ത ജനങ്ങളാണ്. ആ കാര്യം MLA-മാര് മറക്കാൻ പാടില്ല. ഈ 10 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ UDF-ന് ഭരണം കിട്ടിയത് പ്രധാനപ്പെട്ട 2 കാരണം. ഒന്ന് LDF-ന്റെ ദുർഭരണം, രണ്ടാമത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കൃത്യമായ നിലപാടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹം, കോൺഗ്രസ് പ്രവർത്തകര്, UDF പ്രവർത്തകര് വളരെ കൃത്യമായിട്ട് നേതൃത്വത്തിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, കേരളത്തില് ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ. എന്തുകൊണ്ടായിരിക്കും MLA-മാർ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC ഗ്രൂപ്പ് കളിച്ച് അവന്റെ ആളുകൾക്ക് MLA സീറ്റ് കൊടുത്തു. പിന്നെ ഓന്റെ ആൾക്കാരല്ലാതെ സതീശന്റെ ആൾക്കാർ വരൂലല്ലോ. സതീശൻ 10 വർഷമായിട്ട് ഇതുവരെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നടന്നില്ല. ഓൻ കോൺഗ്രസിനെ ഇവിടെ വളർത്തി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതിപ്പോ പരാജയമായിട്ടാണ് KCക്ക് തോന്നുന്നത്. പക്ഷെ കേസിന്റെ കളി ഞങ്ങളെടുത്ത് നടക്കില്ല. വോട്ട് ചെയ്ത് ഞങ്ങളെ ധിക്കരിച്ച് KC എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിയമസഭ KC കാണൂല. അത് ഗ്യാരണ്ടിയാണ്.
തന്നെയാണ്. ഏത് ഞങ്ങളെ സിറ്റിംഗ് സീറ്റ് പോയി കഴിഞ്ഞാലും 8 നിലയിൽ ഞങ്ങൾ അവനെ തോൽപ്പിക്കും. അത് പ്രവർത്തകരെ വികാരാണ്. MLA മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രവർത്തകർ വോട്ട് ചെയ്തുകൊണ്ട് MLA അവിടെ പോയിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ ഓരെങ്ങാനും ഇനി കളിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളെ സാമ്പിൾ പഠിക്കട്ടാ. ഇതിന്റെ അപ്പുറം ഞങ്ങൾ മുന്നിട്ടിറങ്ങും. നിയമസഭയുടെ പുറത്ത് വരെ ഞങ്ങൾ പ്രകടനം നടത്തും. എന്തായാലും മലപ്പുറത്ത് നല്ല മഴയത്തും പ്രവർത്തകരുടെ വലിയ വികാരം നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിൽ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. തങ്ങൾ AICCയുടെ തീരുമാനത്തെ ധിക്കരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നയിച്ചയാൾ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആവശ്യമാണ് മലപ്പുറത്തെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.